2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിങ്ങെത്തും കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ 3 പേരും. അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷൻ കേട്ടോ ഈ കാണുന്നത്. ജോ വരുന്നുണ്ട്, 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എത്തും കേട്ടോ. 2 മാസം കൂടുമ്പോഴാണ് പുള്ളി വരുന്നത്. 2 മാസം കൂടുമ്പം 1 മാസം കേട്ടോ ലീവ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഫസ്റ്റൊക്കെ 3 മാസത്തിലായിരുന്നു ലീവ്. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. 3 മാസം എന്നൊക്കെ പറഞ്ഞാൽ ഈ തള്ളി നീക്കാൻ ഭയങ്കര പാടാണ്. ഫസ്റ്റ് മാരേജൊക്കെ കഴിഞ്ഞ് വന്ന് 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് 3 മാസമുള്ളത് 2 മാസമായത്. എൻ്റെ ഈ കല്യാണാലോചനയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പുറത്തേക്കൊക്കെ ആണെങ്കിൽ എന്നെ കൊണ്ടുപോകുന്ന ആളായിരിക്കണം. ഇപ്പം ദുബായിലൊക്കെ ആണെങ്കിൽ 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ എങ്ങനെയാണെങ്കിലും ലീവ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല. ഒന്നുകിൽ എന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അല്ലാത്ത അങ്ങനത്തെ ഒരു ആലോചന 1 വർഷം കഴിഞ്ഞ് വരുന്നത് അതെനിക്ക് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് ആലോചനകളൊക്കെ വന്നത് കൂട്ടത്തിൽ വന്ന കേട്ടോ ജോയുടെ ആലോചന. അപ്പോൾ പുള്ളിക്ക് അബുദാബി തന്നെയായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. 3 മാസം കൂടുമ്പോൾ ലീവായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കൊറോണ ടൈമൊക്കെ ആയിരുന്നു. 3 മാസം കൂടുമ്പോൾ 1 മന്ത് ലീവ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് ഒന്നിച്ച് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. 3 മാസത്തിൽ 1 മാസമാണല്ലോ ലീവ്. അങ്ങനെ അവിടെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം ജോബിൻ്റെ കാര്യമൊക്കെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച പ്ലാനൊന്നും നടന്നില്ല കേട്ടോ. ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. കുഴപ്പമില്ല, 3 മാസം കൂടുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈമിലൊക്കെ മാരേജ് കഴിഞ്ഞ ടൈമിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. പ്രശ്നമൊന്നുമല്ല, ഭയങ്കര വിഷമമായിരുന്നു. 3 മാസമൊക്കെ തള്ളി നീക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൂടുതൽ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉള്ളവരൊക്കെ പറയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണല്ലോ എന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിലും ജോയുടെ വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കധികം എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കാനുള്ള സാഹചര്യം കേട്ടോ ഉണ്ടായിരുന്നത്. കാരണം ഒരു 3 മാസമൊക്കെ മാരേജ് കഴിഞ്ഞൊരു 4 മാസമൊക്കെ ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി തന്നെ നിന്നു. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ജോ വരുമ്പോൾ ഞാനിങ്ങോട്ട് വരും, അങ്ങനെ ഇവിടെ നിൽക്കും. പിന്നെ പോകുമ്പോൾ എന്നെ അവിടെ കൊണ്ടാക്കും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ലൂപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ടൊരു 1 ഇയറൊക്കെ കഴിഞ്ഞ്, 1 ഇയർ ആയില്ല, അതിന് മുന്നേ തന്നെ ജോയ്ക്ക് 3 മാസം എന്നുള്ളത് 2 മന്തായിട്ട് മാറി കേട്ടോ. അപ്പോൾ 2 മന്ത് കൂടുമ്പോൾ 1 മന്ത് ലീവ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഹാപ്പി ആയി കേട്ടോ. 3 മാസമുള്ള അത്രയും ലോങ് കുറഞ്ഞു കിട്ടുള്ളൂ. പക്ഷേ എന്നാലും 2 മാസമൊക്കെ ചില സമയത്ത് ഒരു നമുക്കൊരു ഭയങ്കര ഇമോഷണലി എന്തെങ്കിലും മെൻ്റലി ഒക്കെ ഭയങ്കര സ്ട്രെസ്സ് വരുമ്പോഴും നമുക്ക് അടുത്ത ആളില്ലാത്ത ആ ടൈം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രശ്നം കേട്ടോ. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പുള്ളിനെയാണെങ്കിലും എപ്പോഴും അങ്ങോട്ട് വിളിച്ചാൽ കിട്ടത്തില്ല. നമുക്ക് വീഡിയോ കോൾ പറ്റുന്നില്ല, കാണാനൊന്നും പറ്റില്ല കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുന്ന അന്നാട്ടോ കാണാൻ പറ്റുക. വീഡിയോ കോൾ വിളിച്ച് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല. അപ്പം ഞങ്ങളെ കാണാൻ പറ്റും, ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, പുള്ളിനെ കാണാൻ പറ്റില്ല. അപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചെന്നാണ് വരുന്നത് അന്ന് മാത്രം കേട്ടോ കാണാൻ പറ്റുക. വീഡിയോയിൽ കാണാൻ പറ്റില്ല, ഫോട്ടോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നും. 2 മാസം ഉള്ളൂ എങ്കിലും നമ്മൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവുമല്ലോ, ഭയങ്കര സ്ട്രെസ്സായിട്ട് ഭയങ്കര ഒരു ഡൗൺ ആയി പോകുന്നൊരു ടൈമുണ്ടല്ലോ, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ അത് നല്ലൊരു എഫക്റ്റ് ചെയ്യുന്ന കാര്യം കേട്ടോ. ഭയങ്കര വിഷമമായിപ്പോവും ആളില്ലാത്ത സമയത്ത്. അത് നമ്മുടെ ഗൾഫിലുള്ള വൈഫൊക്കെ അങ്ങനെയുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഗൾഫിലുള്ളവരുടെ വൈഫിനൊക്കെ പുറത്തുള്ളവരുടെ വൈഫിനൊക്കെ അത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ 2 കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യവും, പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും ആ ബുദ്ധിമുട്ടും വെച്ച് വേണം മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കുള്ളൊരു ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനുണ്ട്, ഒരു ദേഷ്യമൊക്കെ കൂടിയിട്ട് ചില സമയത്ത് എനിക്കത് ഉണ്ടാവും കേട്ടോ. 2 പേരും ചില സമയത്ത് ഒരേപോലെ ആയിരിക്കും വഴക്കുണ്ടാക്കുന്നതും അവരുടെ വിഷമം പ്രകടിപ്പിക്കുന്നതൊക്കെ. അപ്പം 2 പേരെ ഒരുപോലെ മാനേജ് ചെയ്യാൻ എനിക്ക് പലപ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചില സമയത്ത് പോകും. അപ്പം ഞാൻ ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്ത് ചെയ്തിട്ട് എന്തെങ്കിലും ആയിട്ട് എൻ്റെ ദേഷ്യമൊക്കെ തീർക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു ആശ്വാസവും. പിന്നെ സപ്പോർട്ടിങ് ആണ്, ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അത് തന്നെ വലിയ കാര്യമല്ലേ. പറഞ്ഞ് ഞാൻ വേറെ എങ്ങാണ്ടൊക്കെ പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് പുള്ളി വരുന്നതിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങ് എത്തിയതാണ്. അപ്പോൾ പുള്ളി വരുന്നതിന് മുന്നേ ഞാൻ ജോയുടെ ഡ്രസ്സെല്ലാം ഒന്ന്
ചില സമയത്ത് വാഷ് ചെയ്തിടും, ചിലപ്പോൾ ഞാൻ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊന്നും ഞാൻ വാഷ് ചെയ്യില്ല. ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഷർട്ടും ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് വെയിൽ കൊള്ളിക്കും കേട്ടോ. ഇപ്പം മഴ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, വെച്ചാൽ എനിക്ക് വെയിൽ കൊള്ളിക്കാനുള്ള സമയം കിട്ടില്ലേ, വെയിലുണ്ടാവില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ മഴ വരും, നന്നായിട്ട് മഴ വരുന്ന പോലെ വരും, പിന്നെ ആ മഴ അങ്ങ് പോകും കേട്ടോ. പിന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാണ്, മുറ്റത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥ, ഒരു പ്രത്യേകതരം കാലാവസ്ഥയാണിപ്പോൾ. ജോ വരുന്ന പ്രമാണിച്ച് റൂമൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നും ഒന്ന് തുടച്ച് വൃത്തിയാക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാറുണ്ട്. അതൊന്നും നടന്നില്ല, ഇന്നൊന്നും നടന്നിട്ടില്ല. കാരണം ഇസുവും ലൂക്കും ഇച്ചിരി പ്രശ്നമായിരുന്നു. സത്യം പറയാമല്ലോ മിക്ക ദിവസവും പ്രശ്നമൊക്കെ തന്നെയായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ വേണം ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മെയിനായിട്ടും ഇസു ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അവളുടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാലും അവൾ പിന്നെയും എൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഇപ്പോൾ തുടയ്ക്കാനൊക്കെ ആണെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടാണ്, തെന്നി വീഴുകയൊക്കെ ചെയ്യും. ലൂക്ക അങ്ങനെ പ്രശ്നമില്ല, ലൂക്കേനെ ഞാൻ എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പം എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഇസു ഉറങ്ങിയിട്ടുമില്ല. അങ്ങനെയാണ് രണ്ടുപേരെയും വെച്ചിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ സാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഞാനെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അലമാരയിൽ തീരെ തികയില്ല, ഞങ്ങളുടെ 4 പേരുടെ ഡ്രസ്സെല്ലാം കൂടിയിട്ട് ഒന്നും തികയുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത സാരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കും. ഈ സാരിയൊക്കെ ഞാൻ മെയിനായിട്ട് ഉടുക്കുന്നത് ജോ വരുമ്പോഴോ അങ്ങനെ ഞാൻ ഉടുക്കാറുള്ളൂ കേട്ടോ. ജോ ഉള്ള സമയത്ത് മാത്രമേ ഞാനിങ്ങനെ സാരിയൊക്കെ ഉടുക്കാറുള്ളൂ. അല്ലാതെ പിന്നെ എവിടെയും ഉടുക്കേണ്ട ആവശ്യവും വരാറില്ല. ഒന്ന് പള്ളിയിൽ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകും, അങ്ങനെയുള്ള പോക്ക് മാത്രമല്ലേ ഉള്ളൂ, അല്ലാണ്ട് എവിടെയും പോകാറുമില്ല. ഇതൊക്കെ ഞാൻ 1-2 പ്രാവശ്യം മാത്രം എടുത്തിട്ടുള്ള സാരികളാട്ടോ. എൻ്റെ കുറേ സാരി കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം എൻ്റേതും അല്ല താനും. എൻ്റെ ഉള്ളതിൽ 3-4 എണ്ണമൊക്കെ ചേച്ചിയുടെയും അനിയത്തിയുടെയും അങ്ങനെയൊക്കെ കുറച്ച് സാരീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ കേട്ടോ. ആ ബ്ലൂ സാരി ഉണ്ടല്ലോ, അത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച സാരി കേട്ടോ. ഫസ്റ്റ് ഞാൻ ഉടുത്ത സാരി എന്ന് വേണേൽ പറയാം. എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചൊരു സാരി കേട്ടോ ആ ബ്ലൂ സാരി. അത് ഞാൻ ഡിഗ്രി പഠിക്കുമ്പം വാങ്ങിച്ച സാരിയാണേ. ആ ടൈമിലൊരു ട്രെൻഡിങ് സാരി ആയിരുന്നു കേട്ടോ അത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നത് കല്യാൺ സിൽക്സിൽ നിന്നാണ് തോന്നുന്നു കേട്ടോ. അന്ന് അതിന് 1000 സംതിങ് ആയിരുന്നു വില ഉണ്ടായിരുന്നത്. ആ സാരി ഞാൻ ഒരൊറ്റ തവണ എടുത്തിട്ടുള്ളൂ കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒറ്റ തവണ മാത്രമേ ഞാൻ ആ സാരി എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇനി പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 2-3 സാരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. നല്ല കോട്ടൺ സാരീസ് ഉണ്ടല്ലോ, ഈ കുറച്ചായിട്ട് എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര കൊതിയാണ്. ഇങ്ങനെ കോട്ടൺ സാരീസ്, മൾ കോട്ടൻ്റെ സാരീസൊക്കെ ഇപ്പം എന്താ അറിയില്ല, അങ്ങനത്തെ ഒരു ഫീല് വരുന്നുണ്ട് ഉടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉടുത്തു പോകാൻ എവിടെയും സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ വാങ്ങി വെക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ ഇങ്ങനെ നോക്കും, സെർച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാം വേഗം എടുത്ത് കാട്ടിലിട്ട് വയ്ക്കും. പിന്നെ ഞാൻ വാങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് എന്തിനാണ് ഞാൻ വാങ്ങുന്നത്, എവിടെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഭയങ്കര ആഗ്രഹം കേട്ടോ സാരി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആഗ്രഹിച്ച് ഞാനൊരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിയത്. പക്ഷെ നല്ല സാരിയാണ്. പക്ഷേ അതിൽ കളറ് വേറൊരു ലൈറ്റ് കളറായിരുന്നു. പക്ഷെ കിട്ടിയപ്പോൾ ഇത്തിരി ഒരു കടും കളറായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു സാരിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞത് 2-3 വട്ടമായിട്ടോ ഞാൻ മടക്കി വയ്ക്കുന്നു. ഞാൻ മടക്കി വയ്ക്കും, ഇസക്കുട്ടി എടുത്ത് കളയും, പിന്നെ ഞാൻ എടുത്ത് വയ്ക്കും. അതോട്ട് പിന്നെ ഞാൻ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ കാര്യം അങ്ങനെയാണ്. ഈ മടക്കി വെച്ച തുണി കണ്ടിട്ടുണ്ട്, അവൾ എന്തായാലും ഇത് വലിച്ച് താഴ്ചയിടും. എപ്പോഴുള്ള സ്വഭാവം അവളുടെ. എപ്പം മടക്കി വെച്ചാൽ ഏത് തരത്തിലുള്ള തുണി എടുത്ത് മടക്കി വെച്ച് കഴിഞ്ഞാലും അവൾ ഓടി വന്നിട്ട് അതെല്ലാം എടുത്ത് തട്ടിക്കളയും. ഇതെൻ്റെ ചേച്ചിയുടെ സാരി കേട്ടോ. ചേച്ചി അങ്ങനെ സാരി ഒന്നും ഉടുക്കുകയൊന്നുമില്ല. അത് എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി വാങ്ങിച്ചാൽ.
അപ്പോൾ അതെനിക്ക് തന്നു. അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് വെച്ചൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കര ഒഴുകി പോകുന്ന ടൈപ്പ് കേട്ടോ. എത്ര വെച്ച് കഴിഞ്ഞാലും നിൽക്കില്ല. പിന്നെ കുത്താതെ നമുക്കത് വെക്കാൻ പറ്റില്ല. അത് ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഊർന്നൂർന്ന് പോവാം കേട്ടോ. അപ്പോൾ ഇത് ഇനിയൊരു സൺഡേ പള്ളിയിൽ ഉടുക്കണം എന്നൊക്കെ വിചാരിച്ചെടുത്ത് വെച്ചേക്കാം. ഇനിയിപ്പോൾ അതൊന്ന് വാഷ് ചെയ്തൊക്കെ ഇടണം. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗായിരുന്നേ. എടുക്കണമെന്ന് വിചാരിച്ചെടുത്തൊന്നുമല്ല. പക്ഷേ എന്തോ ഇങ്ങനെ ഒരു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തേക്കാൻ വിചാരിച്ച് അങ്ങനെ എടുത്തു അങ്ങ് നീണ്ടു പോയതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഏതെങ്കിലും അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ. മമ്മ കഴിപ്പിച്ച്.